നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മാ ബഅദ്. ലോകത്ത് ഇന്ന് നടക്കുന്ന പ്രകൃതിയുടെ ദുരന്തങ്ങളും വ്യത്യാസങ്ങളും ഒരുപാട് കാര്യം നമ്മോട് വിളിച്ചോതുന്നുണ്ട്. കൊടുങ്കാറ്റ്, പ്രളയം, കാട്ടുതീ, ഭൂകമ്പം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ ഇന്ന് നിത്യസംഭവങ്ങളാണ്. പ്രവാചകന്റെ വാക്ക് പുലരാൻ അധികം നാളുകളില്ല. അതെ, ലോകത്ത് നടക്കാനിരിക്കുന്ന വലിയ ഒരു സംഭവ വികാസമുണ്ട്. യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് നിധികൾ പുറപ്പെടുന്ന സംഭവ വികാസമാണ്. ഇതൊരു ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഗവേഷണമല്ല, അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞന്റെ വെളിപ്പെടുത്തലല്ല. അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനമാണ്. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് സ്വർണ്ണനിധി, അതായത് സ്വർണത്തിന്റെ പർവ്വതം വെളിപ്പെടുന്നതാണ്. ആ സമയത്ത് ജനങ്ങൾ അതിനുവേണ്ടി യുദ്ധം നടത്തും. അതിൽ 100 പേരിൽ 99 പേരും മരണപ്പെടും. പക്ഷെ അവരിൽ ഓരോരുത്തരും മനസ്സിൽ വിചാരിക്കുന്നത് താൻ മാത്രം രക്ഷപ്പെടും, ജീവനോടെ അവശേഷിക്കുമെന്നായിരിക്കും. ലോകത്തിന്റെ ഗമനം പ്രവാചകന്റെ വാക്കിന്റെ പുലർച്ചയിലേക്ക് വേഗം കൂട്ടുകയാണ്. പ്രവാചകനെ ഇകഴ്ത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന യുക്തിവാദികളും ദൈവനിഷേധികളും ഈ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയും, ഈ യാഥാർത്ഥ്യം കണ്ടറിയും. കാരണം അവർ നിഷേധിച്ച പല യാഥാർത്ഥ്യങ്ങൾ ഇന്ന് പുലർന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും പ്രവാചക വാക്കുകൾ പുലരാനുള്ളതാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു